സംഹാര താണ്ഡവത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ വീക്ഷണം എന്താണെന്നാണ് പ്രദീപന്റെ ചോദ്യം. സംഹാര താണ്ഡവത്തെക്കുറിച്ച് ഇസ്ലാം വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ പേരിലായാലും അല്ലെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെ കൊല്ലുക എന്നത് മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ കൊല്ലുന്നതിന് സമമാണ് എന്നാണ് ഖുർആൻ ഇസ്രായേലിയർക്ക് നൽകിയ നിയമമായി പഠിപ്പിക്കുന്നത്. അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനമാണ്. ആരെങ്കിലും ഒരാളെ കൊന്നതിന് പകരമായോ അല്ലെങ്കിൽ രാജ്യത്ത് ഭൂമിയിൽ കലാപമുണ്ടാക്കിയതിന് പകരമായോ രാഷ്ട്ര സംവിധാനം വധശിക്ഷ വിധിക്കുക എന്നതല്ലാതെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ, ഖതല നഫ്സൻ, ഒരു മനുഷ്യനെ ആരെങ്കിലും കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണ്. അൽഖയ്ദക്കാരൻ ഒരു മുസ്ലിമിനെയാണെങ്കിലും ഹിന്ദുവിനെയാണെങ്കിലും ക്രിസ്ത്യാനിയെയാണെങ്കിലും അമേരിക്കക്കാരനെയാണെങ്കിലും ആരെയാണെങ്കിലും അയാളെ അനർഹമായി അല്ലാത്ത രൂപത്തിൽ കൊല ചെയ്യുകയാണെങ്കിൽ, അത് അൽഖയ്ദക്കാരനാണെങ്കിലും ഹിസ്ബുൽ മുജാഹിദീൻകാരനാണെങ്കിലും കേരളത്തിലെ മുസ്ലിം ആണെങ്കിലും ആരാണെങ്കിലും, മുസ്ലിങ്ങൾ അടക്കമുള്ള ഭൂമിയിലെ മുഴുവൻ ആളുകളെയും കൊന്നതിന് സമമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇസ്രായേലിയർക്ക് നൽകിയ മാർഗനിർദ്ദേശമായി പഠിപ്പിക്കുന്നത്. അതനുസരിക്കണം മുസ്ലിം. ഇല്ലാത്തവന്റെ സ്ഥിതി എന്താന്ന് പടച്ചോൻ തീരുമാനിച്ചോളും. പരലോകത്ത് നിന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. അല്ലാത്തവന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമികമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇവരീ ചെയ്യുന്ന കാര്യം ഇസ്ലാമികമല്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതല്ല. അത് ആരായിരുന്നാലും അവരത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ ചർച്ചയാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമികമല്ല. നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഒരു രീതി ഇസ്ലാം എവിടെയും ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം ആയുധമെടുക്കേണ്ടത് അനിവാര്യമുണ്ടെങ്കിൽ ആയുധമെടുക്കുവാൻ അവകാശം നൽകിയിട്ടുണ്ട്. അതാർക്കാണ്? ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ നേതൃത്വത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആളുകൾക്കാണ്. ആ നേതൃത്വം ആവശ്യപ്പെടുമ്പോൾ ആയുധമെടുക്കേണ്ടി വന്നാൽ ആയുധമെടുക്കുവാൻ അനുവാദം നൽകിയിട്ടുള്ളത്. അതല്ലാതെ ആർക്കും എപ്പോഴും എങ്ങനെയും എടുത്ത് ആർക്കെതിരെയും വിളിക്കുവാനുള്ള, ജിഹാദ് വിളിച്ചുകൊണ്ട് അവർക്കെതിരെ ആയുധം ഓങ്ങുവാനുള്ള അവസരം ഇസ്ലാം ലോകത്തൊരാൾക്കും നൽകിയിട്ടില്ല, ഒരു മുസ്ലിമിനും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭീകരവാദം അത് ഇസ്ലാമികമായ വീക്ഷണത്തിൽ അടിസ്ഥാനരഹിതമാണ്. ഇസ്ലാമിന്റെ നിഘണ്ടുവിൽ അത്തരമൊരു പദം തന്നെ ഇല്ല. ഇസ്ലാം സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുന്നു. യുദ്ധരംഗത്ത് പോലും നിങ്ങളോട് സമാധാനം കാക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവർക്ക് അഭയം നൽകണമെന്നുള്ളതാണ് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ശക്തമായ യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം നിലനിൽക്കുന്ന സമയത്ത് പോലും നിങ്ങളോട് സമാധാനം അഭ്യർത്ഥിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവർക്ക് അഭയം നൽകണം എന്ന്. അങ്ങനെ കൽപ്പനയുള്ള പരിശുദ്ധ ഖുർആൻ ഒരർത്ഥത്തിലും ഭീകരവാദത്തെ അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമാണ് അഭിഷേകമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് കരീൽ, കടവത്തൂര് തന്നെ. താങ്കളിപ്പോൾ പറഞ്ഞ ആ മറുപടിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതായത് ഇന്നത്തെ ആധുനിക യുദ്ധരീതി അനുസരിച്ച് ഓരോ ജനസമൂഹത്തെയും ഒന്നടങ്കം നശിപ്പിക്കുന്ന രൂപത്തിലുള്ളതാണ് അമേരിക്കയൊക്കെ ഇറാഖിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നാം ആരാണ് അപരാധി, ആരാണ് തെറ്റ് ചെയ്തവൻ എന്ന കണ്ടുപിടുത്തവുമായി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൊതുകിനെ കൊല്ലുന്നത് പോലെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനുള്ള ഒരു അവസ്ഥ അത് പ്രായോഗികമാണോ? ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഏത് രൂപത്തിലുള്ള യുദ്ധമാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്? അതിന്റെ ചോദ്യം, ഇസ്ലാമിലെ യുദ്ധ സംവിധാനങ്ങൾ ഇന്ന് ഈ പറഞ്ഞ രൂപത്തിൽ പ്രായോഗികമാണോ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു തെറ്റ് ചെയ്യുന്നു എന്നത് മുസ്ലിമിന് തെറ്റ് ചെയ്യാനുള്ള ന്യായീകരണമല്ല. എന്റെ സഹോദരിയെ ഒരു ഇസ്ലാമിന്റെ ശത്രു പരസ്യമായി ബലാത്സംഗം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നാളെ അയാളുടെ സഹോദരിയെ പിടിച്ച് പരസ്യമായി ബലാത്സംഗം ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു തെറ്റ് ചെയ്യുന്നു എന്നത് മുസ്ലിങ്ങൾക്ക് തെറ്റ് ചെയ്യുവാനുള്ള
ലൈസൻസ് നൽകുന്നുമില്ല ഇസ്ലാം. ഇസ്ലാമിലെ യുദ്ധം കൃത്യമായി മനസ്സിലാക്കുക. യുദ്ധരംഗത്ത് ചിലപ്പോൾ നിരപരാധികൾ വധിക്കപ്പെടാം. അത് യുദ്ധരംഗത്താണ്. അമേരിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടന്നിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിന്റെ യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്കയിലെ ഏതെങ്കിലും നിരപരാധി മരിച്ചുവെങ്കിൽ അതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുമ്പോ ഈ രൂപത്തിൽ ഒരു നിരപരാധി മരിച്ചുവെങ്കിൽ അഭിപ്രായ വ്യത്യാസമില്ല. യുദ്ധരംഗത്താണ്. അവിടെ യുദ്ധരംഗവും ഇത് യുദ്ധമല്ലാത്ത രംഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് തന്നെ അമേരിക്കന്റെ സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഏത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അമീറാണ് അതിന്റെ അമീർ എന്ന് നമ്മൾക്കറിയില്ല. ആ അമീറിന് ആ രാഷ്ട്ര സംവിധാനത്തിന് കീഴിലുള്ള ആളുകളോട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കുവാനുള്ള അർഹതയുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ യുദ്ധത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഉണ്ടാകാം, സ്വാഭാവികമായി ഉണ്ടാകാം. തീർച്ചയായും യുദ്ധത്തിൽ ചിലപ്പോ ഒരു ഇസ്ലാമികമായി നിരപരാധികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല. എന്നാൽ അബദ്ധവശാൽ നിരപരാധികൾ മരണപ്പെടുന്ന അവസ്ഥയുണ്ടാകാം, അത് യുദ്ധത്തിലാണ്. നിരപരാധികളെ മാത്രം ലക്ഷ്യമാക്കുന്നതും അബദ്ധവശാൽ നിരപരാധികൾ മരിക്കുന്നതും വ്യത്യാസമുണ്ട്. അവര് നിരപരാധികളെ കൊന്നിട്ടുണ്ടെങ്കിലോ തിരിച്ച് നിരപരാധികളെ കൊല്ലാൻ മുസ്ലിങ്ങൾക്ക് അവസരമില്ല. രണ്ടാണ്. നിരപരാധികൾ അവർ കൊന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് നിരപരാധികളെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. കൊലയാളിയെയാണ് കൊല്ലേണ്ടത്. അതിനുള്ള പരിശ്രമത്തിൽ ചിലപ്പോൾ എങ്ങനെ അബദ്ധവശാൽ സംഭവിക്കാം. അത് സ്വാഭാവികമായും യുദ്ധത്തിൽ ഉണ്ടാകാവുന്നതാണ്. ഇസ്ലാം അത് എതിർത്തിട്ടില്ല. പക്ഷെ ആര് ചെയ്യണം? ഇസ്ലാമിക രാഷ്ട്രം ചെയ്യണം. ആ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നേതൃത്വം ചെയ്യണം. അതല്ലാതെ ആർക്കും എങ്ങനെയും എപ്പോഴും എടുത്തു ഉപയോഗിക്കാനുള്ളതല്ല ഇസ്ലാമിക വീക്ഷണത്തിൽ ആയുധം എന്ന് നമ്മൾ